രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്ന് പേര് മാറ്റണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. പേരുമാറ്റം ആവശ്യപ്പെട്ട് VHP കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ഡൽഹിയുടെ പുരാതന ചരിത്രവും സംസ്കാരവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഇന്ദ്രപ്രസ്ഥ എന്ന പേരാണ് അനുയോജ്യമെന്ന് കാണിച്ചാണ് സാംസ്കാരിക മന്ത്രി കപിൽ മിശ്രയ്ക്ക് VHP സംസ്ഥാന ഘടകം കത്തയച്ചത്. ഇതുകൂടാതെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ രാജ്യാന്തര വിമാനത്താവളം എന്നാക്കണമെന്നും ഓൾഡ് ഡൽഹി സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥ എന്നും ഷാജഹാനാബാദ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് മാറ്റണമെന്നും VHP ഡൽഹി സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്ത നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ഡൽഹി എന്ന പേര് വെറും 2000 വർഷത്തെ ചരിത്രം മാത്രമാണ് അടയാളപ്പെടുത്തുന്നതെന്നും ഇന്ദ്രപ്രസ്ഥ എന്ന പേര് 5000 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രവും പാരമ്പര്യവും തെളിയിക്കുമെന്നും സുരേന്ദ്രകുമാർ ഗുപ്ത കൂട്ടിച്ചേർത്തു. ഡൽഹി ഹെറിറ്റേജ് വോക്കിൽ ഹിന്ദു രാജാക്കന്മാരുടെ സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും വേണമെന്നും VHP ഡൽഹി സെക്രട്ടറി കത്തിൽ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം പണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് ആവശ്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നഗരത്തിന്റെ മൊത്തത്തിലുള്ള ചരിത്രത്തിന്റെ സന്തുലിതമായ അവതരണം ഉറപ്പാക്കാൻ ഡൽഹിയിലെ പൈതൃക പദയാത്രയിൽ കോട്ടകൾ, ക്ഷേത്രങ്ങൾ, ഹിന്ദു രാജാക്കന്മാരുടെ സ്മാരകങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണമെന്ന് VHP നേതാവ് ആവശ്യപ്പെട്ടു. മുസ്ലിം അധിനിവേശക്കാരുടെ സ്മാരകങ്ങൾ ഉള്ളിടത്തെല്ലാം പാണ്ഡവ കാലഘട്ടത്തിലെ ഹിന്ദു വീരന്മാർ, ഋഷിമാർ, സ്ഥലങ്ങൾ എന്നിവ പരിചയപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അവയ്ക്ക് സമീപം സ്മാരകങ്ങൾ നിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹേമചന്ദ്ര വിക്രമാദിത്യ രാജാവിന്റെ പേരിൽ ഒരു മഹത്തായ സ്മാരകം, ഹേമചന്ദ്ര വിക്രമാദിത്യ സൈനിക സ്കൂൾ എന്നിവ ഡൽഹിയിൽ സ്ഥാപിക്കണമെന്നും ഗുപ്ത പറഞ്ഞു. പാണ്ഡവ കാലഘട്ടത്തിലെ ഹേമചന്ദ്ര വിക്രമാദിത്യന്റെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും ചരിത്രം ഡൽഹിയിലെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സുരേന്ദ്രകുമാർ ഗുപ്ത കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ അടുത്തിടെ നടന്ന ഇന്ദ്രപ്രസ്ഥ പുനർജാഗരൺ സങ്കല്പ് സഭ എന്ന പരിപാടിയിൽ പണ്ഡിതരും ചരിത്രകാരന്മാരും പൊതുജന പ്രതിനിധികളും നൽകിയ നിർദ്ദേശങ്ങളാണ് ആവശ്യങ്ങൾക്ക് കാരണമെന്ന് സുരേന്ദ്രകുമാർ ഗുപ്ത പറഞ്ഞു. അതേസമയം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷിക്കുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. പ്രത്യാശയുടെയും പുതുക്കലിന്റെയും ഇരുട്ടിന്മേൽ വെളിച്ചത്തിന്റെയും വിജയത്തിന്റെയും ഉത്സവ സന്ദേശം ഊന്നിപ്പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഒരു വീഡിയോ സന്ദേശത്തിൽ തന്റെ ദീപാവലി ആശംസകൾ അറിയിച്ചു. എല്ലാവർക്കും ഞാൻ വളരെ സന്തോഷകരമായ ദീപാവലി ആശംസിക്കുന്നു. വെളിച്ചങ്ങളുടെ മഹത്തായ ഉത്സവം ആഘോഷിക്കാൻ നിങ്ങൾ ഒത്തുകൂടുമ്പോൾ ഈ പ്രത്യേക സമയം ശോഭനമായ ഭാവിക്കായുള്ള പ്രതീക്ഷയോടെ നിങ്ങളെ ഉയർത്തട്ടെ. ഇത് തികച്ചും അത്ഭുതകരമായ ഒരു ആഘോഷമാകട്ടെ. ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനും ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു. അതിനെ ഓർമ്മിക്കാൻ ഒരു ആഘോഷം എന്ന് വിശേഷിപ്പിച്ചു. ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹൈക്കമ്മീഷൻ കുടുംബത്തോടൊപ്പമുള്ള ദീപാവലി എപ്പോഴും സന്തോഷകരമായ ഒരു അവസരമാണെന്നും വളരെ ആവേശത്തോടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന മന്ത്രി ആനി അലിയുടെ പങ്കാളിത്തം ഈ വർഷം കൂടുതൽ സവിശേഷമാക്കിയെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. എംബസി ഉദ്യോഗസ്ഥരും അതിഥികളും പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് പാട്ടും നൃത്തവും ആലപിച്ച് സജീവമായ ദീപാവലി ആഘോഷം ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ചു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഈ അവസരത്തിൽ ആശംസകൾ നേർന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസിലാൻഡിലുടനീളം കുടുംബങ്ങളും സുഹൃത്തുക്കളും നിങ്ങളുടെ ഉത്സവം ആഘോഷിക്കാൻ ഒത്തുചേരുമ്പോൾ ഈ സമയം എന്താണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അംഗീകരിക്കാൻ ഞാൻ ഒരു നിമിഷം ആഗ്രഹിക്കുന്നു. ഇരുട്ടിനുമേൽ വെളിച്ചത്തിന്റെ വിജയത്തെക്കുറിച്ചും നിരാശയ്ക്കുമേൽ പ്രത്യാശയുടെ വിജയത്തെക്കുറിച്ചും തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തെക്കുറിച്ചുമാണ് ഇത്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് എക്സിനോട് ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു. സിംഗപ്പൂരിലെ ഇന്ത്യൻ പ്രവാസികളെ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, ഇരുട്ടിനു മുകളിൽ വെളിച്ചം, ഭയത്തിനു മുകളിൽ പ്രതീക്ഷ. ദീപാവലിക്ക് വേണ്ടി എണ്ണുമ്പോൾ നമ്മുടെ വീടുകളിൽ നിറയുന്ന വിളക്കുകളെ മാത്രമല്ല, അവ നമ്മുടെ ഹൃദയങ്ങളിൽ വഹിക്കുന്ന അർത്ഥത്തെയും നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും പ്രകാശത്തിന്റെ തിളക്കമുള്ളതും അർത്ഥവത്തായതുമായ ഒരു ഉത്സവം ആശംസിക്കുന്നു. വീഡിയോയിൽ സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ ദീപാവലി തങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പങ്കുവച്ചു. പുതിയ തുടക്കങ്ങളും കുടുംബ ആഘോഷങ്ങളും മുതൽ വെടിക്കെട്ട്, മധുരപലഹാരങ്ങൾ, സമൃദ്ധി എന്നിവ വരെ രാജ്യങ്ങളിലുടനീളം നേതാക്കളുടെ ആശംസകൾ ദീപാവലിയുടെ സമാധാനം, പ്രത്യാശ, ഇരുട്ടിനെ അകറ്റാനുള്ള വെളിച്ചത്തിന്റെ ശക്തി എന്നിവയുടെ സാർവത്രിക സന്ദേശത്തെ പ്രതിഫലിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.